ബംഗ്ലാദേശിന്റെ സ്ഥിതി അത് വല്ലാത്തൊരവസ്ഥയിലേക്കാണ് പോകുന്നത്. ഡിസംബർ 31-നകം തിരഞ്ഞെടുപ്പ് നടത്തി ജനാധിപത്യപരമായ ഒരു സർക്കാരിനെ അവിടെ കൊണ്ടുവരുന്നത് വരെ സൈന്യം യൂനസിനെ ഒരു തരത്തിലുമുള്ള നീക്കത്തിന് സമ്മതിക്കില്ല എന്ന നിർണായക വിവരങ്ങളാണ് പുറത്തു വരുന്നത്. യഥാർത്ഥത്തിൽ ഷെയ്ഖ് ഹസീന തിരിച്ചു വരുമോ, അല്ലാതെ ഒരു ജനാധിപത്യ സർക്കാർ വരുന്നതിലൂടെ മാത്രമേ ബംഗ്ലാദേശ് രക്ഷപ്പെടുമോ? ധന്യ, ബംഗ്ലാദേശ് ശരിക്കും പറയാൻ ഒരു വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. അതായത് എങ്ങനെ അവർക്ക് ഇതിനെ അതിജീവിക്കണമെന്നറിയില്ല. പ്രത്യേകിച്ച് വ്യവസായ മേഖല പൂർണ്ണമായും തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ്. ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്ന് പറയുന്നത് ടെക്സ്റ്റൈൽ മേഖലയാണ്. അതായത് കുറഞ്ഞ നിരക്കിൽ ഉൽപ്പാദിപ്പിക്കുന്ന വസ്ത്രങ്ങൾ വൻതോതിൽ കയറ്റുമതി ചെയ്താണ് ബംഗ്ലാദേശ് ഇതുവരെ ജീവിച്ചത്. അവിടുത്തെ ഭൂരിപക്ഷം ജനങ്ങളുടെയും തൊഴിലെന്ന് പറയുന്നത് ടെക്സ്റ്റൈൽസ് മേഖലയുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ അവിടുത്തെ വ്യവസായികൾ പറയുകയാണ്, ഈ വ്യവസായ മേഖലയെ പൂർണ്ണമായും തകർക്കുന്ന നിലപാട് സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. നിലവിലുള്ള മുഹമ്മദ് യൂൻസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ പിടിപ്പുകേട് മൂലം വൻതോതിൽ ചെലവ് വർദ്ധിച്ചു. കൂടാതെ ഊർജ്ജ പ്രതിസന്ധി വളരെയധികം രൂക്ഷമാണ്. ഊർജ്ജ പ്രതിസന്ധി രൂക്ഷമാണെന്ന് പറഞ്ഞാൽ ഗ്യാസ് ലഭിക്കുന്നില്ല, ഇലക്ട്രിസിറ്റി ലഭിക്കുന്നില്ല. ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ടായാൽ എങ്ങനെയാണ് അവിടുത്തെ വ്യവസായങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയുക? മാത്രമല്ല, ഇലക്ട്രിസിറ്റി കിട്ടുന്നത് തന്നെ ചുരുക്കം സമയങ്ങളിലാണ്. ഈ സമയത്ത് എല്ലാ വ്യവസായശാലകളും പ്രവർത്തിക്കാൻ അനുമതിയുമില്ല. മാത്രമല്ല, ആ സമയത്ത് മാത്രം പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ആ സമയത്ത് മാത്രം ജോലി ചെയ്യുന്ന ആളുകൾക്ക് ശമ്പളം കൊടുത്താൽ പോരാ. ഈ ടെക്സ്റ്റൈൽസ് വ്യവസായികൾ മുഴുവൻ അവിടുത്തെ തൊഴിലാളികൾക്ക് ശമ്പളം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 3-4 മാസമായി ഇത്തരത്തിൽ ജോലി ചെയ്യാതെ ശമ്പളം കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഈ വ്യവസായ മേഖല കടുത്ത പ്രതിസന്ധിയിലായി. ഇത് പുറത്താരും അറിഞ്ഞില്ല. ധാക്കയിൽ കഴിഞ്ഞ ദിവസം ഈ ടെക്സ്റ്റൈൽ മേഖലയുമായി ബന്ധപ്പെട്ട ബംഗ്ലാദേശ് ടെക്സ്റ്റൈൽസ് അസോസിയേഷൻ ഉണ്ട്. ഇവരുടെ അസോസിയേഷൻ ഒരു യോഗം കൂടി. ഇവരോടൊപ്പം തന്നെ ബംഗ്ലാദേശിലെ ചേംബർ ഓഫ് കൊമേഴ്സ് യോഗം കൂടി. അങ്ങനെയാണ് ആ വ്യവസായ മേഖല നേരിടുന്ന പ്രതിസന്ധിയെക്കുറിച്ച് പുറം ലോകം അറിയുന്നത്. അവർ പറയുകയാണ്, ഇനി ഈ വ്യവസായവുമായിട്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം ഊർജ്ജമില്ലാതെ ഞങ്ങൾക്ക് ഈ മേഖലയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. അപ്പോൾ വൻതോതിൽ വസ്ത്രങ്ങൾ കയറ്റുമതി ചെയ്തുകൊണ്ട് ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തെ പിടിച്ചു നിർത്തിയ ഒരു മേഖലയാണ് ഇപ്പോൾ തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഇന്ത്യയുമായി സഹകരിച്ചായിരുന്നു ഇവർ വൻതോതിൽ വസ്ത്രങ്ങൾ കയറ്റുമതി ചെയ്തത്. എന്നാൽ ഇന്ത്യയുമായിട്ടുള്ള തർക്കം രൂക്ഷമായതോടുകൂടി നമ്മൾ ഇവരുമായിട്ടുള്ള പല കരാറുകളും റദ്ദാക്കി. എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പോർട്ട് വഴി വസ്ത്രങ്ങൾ കയറ്റുമതി ചെയ്യുന്ന കരാർ റദ്ദാക്കിയതിലൂടെ ഏതാണ്ട് $720 മില്യൺ നഷ്ടം ബംഗ്ലാദേശിനുണ്ടായി. അതെങ്ങനെ പരിഹരിക്കാൻ പറ്റും? അപ്പോൾ അങ്ങനെ എല്ലാ കാലവും വസ്ത്രങ്ങൾ ബംഗ്ലാദേശ് വഴി മറ്റു രാജ്യങ്ങളിലേക്ക് എത്തിയിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് പൂർണ്ണമായിട്ടും നിലച്ചു. അങ്ങനെ നിലച്ചാലുള്ള കുഴപ്പം ഓൾട്ടർനേറ്റീവ് സംവിധാനം എന്താണെന്നുള്ള ആ രാജ്യങ്ങൾ തീരുമാനിക്കും. അപ്പോൾ ബംഗ്ലാദേശ് നൽകുന്നതിനേക്കാൾ കുറച്ച് കൂടിയ വിലയ്ക്ക് വസ്ത്രങ്ങൾ കൊടുത്താലും അവർക്കത് ഉപയോഗിക്കണമെങ്കിൽ ആ വില കൊടുത്ത് അവർ അത് വാങ്ങും. അപ്പോൾ ഇവർക്ക് അതിനകത്ത് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ മുഹമ്മദ് യൂനിസ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തിൻ്റെ നിലനിൽപ്പ് എന്നതിനപ്പുറത്തേക്ക് അയാൾക്ക് ഭരണത്തിൽ കടിച്ചു തൂങ്ങി നിൽക്കണമെന്ന താല്പര്യം മാത്രമാണ്. അതുകൊണ്ടാണ് വാഖറുസ്സമാൻ എന്ന് പറയുന്ന സൈന്യാധിപൻ പറയുന്നു, 2025 ഡിസംബറിനുള്ളിൽ പുതിയ സർക്കാരിനെ തിരഞ്ഞെടുക്കാനുള്ള ഇലക്ഷൻ നടത്തണം. മുഹമ്മദ് യൂനിസ് പറയുന്നു, അത് വേണ്ട, 2026 ജൂണിനുള്ളിൽ ഇലക്ഷൻ നടത്താം. എന്തിനാണെന്ന് വെച്ചാൽ അവാമി ലീഗ് എന്ന് പറയുന്ന ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയെ നിരോധിച്ചുകൊണ്ട് ഈ ബംഗ്ലാദേശിലെ മറ്റു പാർട്ടികൾ മത്സരിച്ചോട്ടെ, ഇതായിരുന്നു നിലപാട്. അതായത് ബീഗം ഖാൽദാസിയയുടെ BNP എന്ന് പറയുന്ന പാർട്ടിയുണ്ട്, ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി. ഒപ്പം വിദ്യാർത്ഥികൾ, കലാപം നടത്തിയ വിദ്യാർത്ഥികളുണ്ടല്ലോ, അവരും അതുപോലെ തന്നെ ഈ ജമാഅത്ത് ഇസ്ലാമിയും കൂടെ ചേർന്നുണ്ടാക്കിയ സംഘടനയുണ്ട്. ഇവർക്കുമൊക്കെ തന്നെ ഈ ഇലക്ഷനിൽ മത്സരിച്ച് മുന്നേറാം. പക്ഷേ ഈ വാഖറുസ്സമാൻ എന്ന് പറയുന്ന സൈനിക മേധാവി പറയുന്നു, രാജ്യത്തിൻ്റെ പരമാധികാരമാണ് വലുത്. അപ്പോൾ രാജ്യത്തിൻ്റെ പുരോഗതി മുന്നോട്ട് പോകണമെങ്കിൽ, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്ന രീതിയിൽ നമുക്ക് പ്രവർത്തിക്കണമെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ വേണം. ഈ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ വരണമെങ്കിൽ ഈ മുഹമ്മദ് യൂനിസ് സർക്കാരിൻ്റെ ഇടക്കാല സർക്കാരിൻ്റെ കള്ളക്കളി അവസാനിപ്പിക്കണം. അപ്പോൾ ഷെയ്ഖ് ഹസീന സർക്കാരിനെ ഇന്ത്യയിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് അയക്കുമോ? അങ്ങനെ അവർ അവിടേക്ക് ചെന്നാൽ അവർക്ക് അവിടെ സേഫായിട്ട് നിൽക്കാൻ പറ്റുമോ? ഇയാൾ പേടിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിലവിൽ പട്ടാളം മുഹമ്മദ് യൂനിസിനെ പിടിച്ച് ജയിലിലിടുമോ എന്നാണ്. ഇതേ അവസ്ഥ ഷെയ്ഖ് ഹസീനയ്ക്കുണ്ട്. കാരണം ഷെയ്ഖ് ഹസീന ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഭരണകൂടം അവർക്കെതിരെ എന്ത് നടപടി സ്വീകരിക്കും നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഈ ബംഗ്ലാദേശിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി, അവരുടെ ദുരിതം, ഇതിനൊക്കെ പരിഹരിക്കാൻ എന്ത് ചെയ്യുമെന്നുള്ള ആശങ്ക വലിയ തോതിൽ ലോകവ്യാപകമായി ഉയരുന്നു, അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് സിനിജി. ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി വളരെ മുന്നേറ്റം ഉണ്ടായിരുന്ന ഒരു രാജ്യമാണ്. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ അയൽ രാജ്യങ്ങൾ സൗഹൃദം വലിയ രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ആ പ്രതിഷേധങ്ങൾ, സംവരണത്തിന്റെ പേരിൽ വലിയ കലാപങ്ങളൊക്കെ ബംഗ്ലാദേശിൽ ഉണ്ടാകുന്നതും ഷെയ്ഖ് ഹസീന അവിടെ നിന്ന് പലായനം ചെയ്യുന്നതും യൂനസ് സർക്കാർ, പിന്നെ ഇടക്കാല സർക്കാരായി യൂനസ് വരുന്നതും ഒക്കെ. പിന്നീട് ബംഗ്ലാദേശിന്റെ സാമ്പത്തിക സ്ഥിതി മൊത്തത്തിൽ മാറി. പാകിസ്ഥാനിന്റെ ഒരു അവസ്ഥ ബംഗ്ലാദേശിനും ഉണ്ടായി. അതായത് വലിയ രീതിയിലുള്ള പിച്ചച്ചട്ടി എടുക്കുന്ന അവസ്ഥയിലേക്ക് അവരുടെ ഏറ്റവും വലിയ ബിസിനസ്
എന്ന് പറയുന്നത് ടെക്സ്റ്റൈൽസ് വ്യാപാരമാണ്, ടെക്സ്റ്റൈൽസ് ബിസിനസ്സാണ്. അത് പാടെ തകർന്നു. അങ്ങനെ അതിലേക്ക് പിന്നീട് ഈ സാധനങ്ങൾ വാങ്ങുന്നത് ഇന്ത്യയിൽ നിന്നുള്ളത് നിർത്തിക്കൊണ്ട് പാകിസ്ഥാനിൽ നിന്നായി. അത് സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടിലേക്ക് അവരെ കൊണ്ടെത്തിച്ചു. അങ്ങനെ മൊത്തത്തിൽ ഈ കാര്യക്ഷമമില്ലാത്ത ഒരു സർക്കാരിന്റെ പിടിപ്പുകേടുകളെല്ലാം തന്നെ ബംഗ്ലാദേശിൽ യുനെസിൽ നിന്ന് കാണാൻ സാധിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ പാകിസ്ഥാനെ പോലെയല്ല ഇവിടെ പട്ടാളം കുറച്ചുകൂടി രാജ്യത്തെ സ്നേഹിക്കുന്നവരായതുകൊണ്ട് അവർ കുറച്ചുകൂടി കാര്യങ്ങൾ കൃത്യമായി എടുക്കുന്നുണ്ട്. അതായത് ബംഗ്ലാദേശ് കൃത്യമായ ജനാധിപത്യ രീതിയിലുള്ള ഇത്തരം പ്രക്ഷോഭങ്ങളോ കലാപങ്ങളോ ആഭ്യന്തര യുദ്ധങ്ങളോ ന്യൂനപക്ഷങ്ങളെ അല്ലെങ്കിൽ ജനങ്ങളെ ദ്രോഹിക്കുന്നപരമായ നിലപാടുകളോ ഇനി സ്വീകരിക്കാൻ ഞങ്ങൾ ആരും അനുവദിക്കില്ല, ഞങ്ങൾ അതിനെ സമ്മതിക്കില്ല. ജനാധിപത്യപരമായ ഒരു സർക്കാർ വന്നാൽ മാത്രമേ ബംഗ്ലാദേശിനി സാമ്പത്തികമായും കൃത്യമായി അത് ഉയർന്നു പോകൂ എന്ന് മനസ്സിലാക്കിയ സൈന്യം കൃത്യമായ നിലപാട് അവിടെ സ്വീകരിക്കുന്നു. അതാണ് യുനെസിന് വലിയ തിരിച്ചടിയാവുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ബംഗ്ലാദേശ് ടെക്സ്റ്റൈൽസ് മിൽസ് അസോസിയേഷൻ, അതുപോലെ ചേംബർ ഓഫ് കൊമേഴ്സ് ഉണ്ട്, ഇവരൊക്കെ യോഗം കൂടിയിട്ട് പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് നിലവിൽ ബംഗ്ലാദേശിലെ സ്ഥിതി എന്ന് പറയുന്നത് 1971 സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭ കാലം ഉണ്ടല്ലോ അതിന് സമാനമാണ്. അന്ന് ബുദ്ധിജീവികളെ തെരഞ്ഞുപിടിച്ച് ഇല്ലാതാക്കാനാണ് ശ്രമിച്ചതെങ്കിൽ ഇന്ന് വ്യവസായികളെ തെരഞ്ഞുപിടിച്ച് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ടെക്സ്റ്റൈൽസ് മേഖല വീണ്ടും ഒന്ന് പുനർജീവിപ്പിച്ചെടുക്കണമെങ്കിൽ നിലവിലെ യൂനിസ് സർക്കാർ അടിയന്തരമായ ചില നടപടികൾ സ്വീകരിക്കണം. ഇപ്പോൾ മുഹമ്മദ് യൂനിസ് പറഞ്ഞുകൊണ്ടിരുന്നത് ആ രാജ്യത്തെ തകർക്കാനായിട്ട് എല്ലാ ശ്രമങ്ങളും നടത്തുന്നത് ഇന്ത്യയാണ്, ഇന്ത്യക്ക് ചില സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ ഈ ഷേഖ് ഹസീനയെ വെച്ചുകൊണ്ട് അവർ കളിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. പക്ഷേ വാഖറുസ്സമാൻ എന്ന് പറയുന്ന സൈനിക മേധാവിക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് കാര്യങ്ങൾ മുഹമ്മദ് യൂനിസിൻ്റെ കയ്യിലേക്ക് പോയാൽ ഈ രാജ്യം പൂർണ്ണമായിട്ടും ഇല്ലാതാകും. അതുകൊണ്ട് പറയുകയാണ് എന്തെങ്കിലും തരത്തിലുള്ള അതിക്രമ പ്രവർത്തനങ്ങൾ, വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ, കലാപങ്ങൾ അവിടെ പൊട്ടിപ്പുറപ്പെട്ടാൽ പട്ടാളം ഇനി ബാരക്കിലിരിക്കില്ല, തെരുവിലേക്ക് ഇറങ്ങും, മുഴുവൻ കാര്യങ്ങളെയും അടിച്ച് ഞങ്ങൾ നിരപ്പാക്കും, കൃത്യമായ വാണിംഗ് കൊടുക്കുന്നു. അപ്പോൾ മുഹമ്മദ് യൂനിസിന് ഒരു പേടിയുണ്ട്, മുമ്പ് കലാപത്തിന് ആഹ്വാനം ചെയ്തു എന്ന പേരിൽ തന്നെ പിടിച്ച് ജയിലിലിടുമോ, അങ്ങനെ ഒരു നീക്കം നടത്തിയാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. പക്ഷേ വാഖറുസ്സമാൻ്റെ നിലപാട് അതല്ല, അയാൾക്ക് വേണമെങ്കിൽ ഒരു പട്ടാള അട്ടിമറിയൊക്കെ നടത്താം, അയാൾ അതൊന്നും ചെയ്തില്ല. അയാൾ പറയുന്നു പുതിയ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ വരട്ടെ, അങ്ങനെ വരുന്ന സർക്കാർ മാത്രമേ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് ഭാവിക്ക് വേണ്ടി പ്രവർത്തിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു സർക്കാരിന് വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാ കാലവും ക്ഷമിച്ച് നിൽക്കും. 8-9 മാസമായിട്ട് ബംഗ്ലാദേശിലെ പ്രശ്നങ്ങൾ ഞങ്ങൾ കാണുന്നു, ഇതുവരെ ഇടപെട്ടിട്ടില്ല. അങ്ങനെയാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് ചേർന്ന് ഒരു അട്ടിമറി നടത്താനായിട്ട് മുഹമ്മദ് യൂനിസ് വീണ്ടും ശ്രമിച്ചു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണ എനിക്ക് വേണം, അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോകുന്നൊക്കെ പറഞ്ഞു. എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ഒന്നും ചെന്നില്ല. അതോടുകൂടി യൂനിസ് വീണ്ടും നിലപാട് മാറ്റി. എന്നിട്ട് പറഞ്ഞു നമുക്ക് ഇലക്ഷൻ 2026 ജൂണിൽ നടത്താം. അപ്പോൾ ഈ പറയുന്ന സൈനിക മേധാവി പറഞ്ഞു അത് പറ്റില്ല, നിലവിൽ ബംഗ്ലാദേശിൻ്റെ സ്ഥിതി കൂടുതൽ മോശമായിരിക്കണം, അവിടെ ആവശ്യത്തിന് വൈദ്യുതിയില്ല, വെള്ളമില്ല, ഭക്ഷണമില്ല, ജനങ്ങൾക്ക് എങ്ങനെ പ്രതിസന്ധിയെ അതിജീവിക്കും എന്നതിനെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല, മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സഹായമില്ല. ഇനി ബംഗ്ലാദേശുമായിട്ട് കരാറുണ്ടാക്കിയ പല രാജ്യങ്ങളും കരാർ വിച്ഛേദിക്കുകയാണ്. ചൈനയുടെ ഭാഗത്തുനിന്ന് ഒരു സഹായം കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചൈനയും വലിയ പ്രതീക്ഷ ഒന്നും ഇവർക്ക് കൊടുക്കുന്നില്ല. ചൈന കൊടുത്താൽ തന്നെ അവർക്ക് കൃത്യമായ താല്പര്യങ്ങളോടുകൂടി വലിയ തോതിലുള്ള നിക്ഷേപം നടത്തും, എന്നിട്ട് ബംഗ്ലാദേശിനെ കയ്യിലൊതുക്കാൻ ശ്രമിക്കും. അതേ ശ്രമം തന്നെയാണ് അമേരിക്ക നടത്തുന്നത്. ഈ ബംഗ്ലാദേശിൻ്റെ കയ്യിലുള്ള സെൻറ്റ് മാർട്ടിൻ ഐലൻഡ് ഉൾപ്പെടെ പിടിച്ചെടുക്കാനുള്ള ചില നീക്കങ്ങൾ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് നടത്തുന്നുണ്ട്. ഇവിടെയെല്ലാം തന്നെ കുറ്റപ്പെടുത്തുന്നത് ഇന്ത്യൻ ഭരണകൂടത്തെയാണ്. അതായത് കാലങ്ങളായിട്ട് ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിൽ നല്ല ബന്ധമാണ്. ഈ ടെക്സ്റ്റൈൽസ് കയറ്റുമതിക്ക് ഉൾപ്പെടെ നൂലുൾപ്പെടെ നമ്മൾ ഇന്ത്യയാണ് കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെ കൊടുത്തുകൊണ്ടിരുന്നത്. ഇതൊക്കെ തന്നെ ഇപ്പം നിലച്ചിരിക്കുകയാണ്. അതുകൊണ്ട് മുഹമ്മദ് യൂനിസ് സർക്കാരിന് എപ്പോൾ വേണമെങ്കിലും ഒരു പതനം സംഭവിക്കാം, അതിനെ അതിജീവിക്കണം, അല്ലെ അതിനെ മറികടക്കണമെന്നുള്ളതുകൊണ്ടാണ് അമേരിക്ക പരസ്യമല്ലാത്ത രീതിയിൽ ചില സൈനിക സഹായങ്ങളൊക്കെ വാഗ്ദാനം ചെയ്യുന്നത്. ഈ രീതിയിൽ പോയാൽ ഒരുപക്ഷെ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലുള്ള സാധ്യത പോലും തുറന്നു കിട്ടും, അല്ലേ? അതെ, തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഭയമില്ലാതെ ഇല്ല. കാരണം നല്ല സൗഹൃദ രാജ്യങ്ങളായിരുന്ന ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വേണമെങ്കിൽ ഇപ്പോൾ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള യുദ്ധമുണ്ടായ സമയത്ത് ബംഗ്ലാദേശിലെ ഒരു മേജർ ജനറൽ പറഞ്ഞത് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ചില പ്രദേശങ്ങൾ നമുക്ക് പിടിച്ചെടുക്കാം, എന്നിട്ട് പാകിസ്ഥാനോടൊപ്പം നമുക്ക് നിൽക്കാം എന്നുള്ള ഒരു വിവാദ പ്രസ്താവനയൊക്കെ അദ്ദേഹം നടത്തിയിരുന്നു. മാത്രമല്ല ബംഗ്ലാദേശ് സംഘർഷ സമയത്തും പാകിസ്ഥാനോടൊപ്പമാണ് എന്നുള്ളതിന് നിരവധി തെളിവുകളും പുറത്തു വന്നു. അപ്പോൾ പാകിസ്ഥാനെ സഹായിക്കുന്ന രീതി ബംഗ്ലാദേശ് തുടരുകയും ഇന്ത്യയെ ശത്രുവായി കാണുകയും ചെയ്യുന്ന നിലപാടാണ് ഷെയ്ഖ് ഹസീനയ്ക്ക് ശേഷം വന്ന ഇടക്കാല സർക്കാർ യൂനിസ് ഇപ്പോൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ സൈന്യത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അവർക്ക്. കാരണം ബംഗ്ലാദേശ് എന്ന് പറയുന്നത് ഇന്ത്യയുമായി നല്ല സൗഹൃദം ഉണ്ടായിരുന്ന സമയത്ത് സാമ്പത്തികമായും അതിർത്തിപരമായും ഒക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന രാജ്യങ്ങളാണ്. ആ രാജ്യങ്ങളെ ഇല്ലാതാക്കാൻ അമേരിക്കൻ താല്പര്യങ്ങൾ അടിച്ചമർത്തുന്നു. അമേരിക്കൻ താല്പര്യം ജോർജ് സോറോസും മകനും യൂനിസിനെ കണ്ട ചിത്രങ്ങളൊക്കെ പുറത്തു വന്നതാണ്. അത് വലിയ വിവാദമൊക്കെ ആയതാണ്.
പക്ഷേ ഈ ഇന്ത്യയുമായുള്ള സൗഹൃദം ഇല്ലാതാക്കിയതോടുകൂടിയാണ് ബംഗ്ലാദേശിന് വലിയ തിരിച്ചടി ഉണ്ടായത്. ഇനി ബംഗ്ലാദേശിന്റെ അവസ്ഥ എങ്ങനെ ആയിരിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം. ഈ അവാമി ലീഗിനെ നിരോധിച്ചതോടുകൂടിയാണ് ഇന്ത്യ ഇതിനകത്ത് ഇടപെടുന്നതെന്നാണ് ഇപ്പോൾ ബംഗ്ലാദേശ് സർക്കാർ, ഇടക്കാല സർക്കാർ പറയുന്നത്. അതായത് മുഹമ്മദ് യൂനിസ് സർക്കാർ ഒരു കാരണവശാലും ഷേഖ് ഹസീനയുടെ പാർട്ടിയായ അവാമി ലീഗിനെ അവിടെ മത്സരിക്കാൻ അനുവദിക്കില്ല. ആ പാർട്ടിക്ക് നിരോധനം ഏർപ്പെടുത്തി. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇതിനകത്തേക്ക് കൈകടത്തൽ നടത്തുമെന്നും ഒരുപക്ഷെ ഈ ഷേഖ് ഹസീനയുടെ ബന്ധുവായ വാഖറുസ്സമാൻ എന്ന് പറയുന്ന സൈനിക മേധാവിയുമായിട്ട് ചില ഇടപെടൽ നടത്തുമെന്നും യൂനിസ് ഭയപ്പെടുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ചിന്തകൾ, വ്യാഖ്യാനങ്ങൾ ഇതൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും ആത്യന്തികമായി ബംഗ്ലാദേശിന്റെ പ്രശ്നം അവർ ഒരു ടൈം ബോംബിന്റെ മുകളിൽ നിൽക്കുന്ന പോലെയുള്ള ഒരു അവസ്ഥയാണ്. എന്ന് വെച്ചാൽ എപ്പോൾ വേണമെങ്കിലും അവിടെ പൊട്ടിത്തെറിക്കാം. ഇങ്ങനെ പൊട്ടിത്തെറിച്ചാൽ പിന്നീട് ഒരിക്കലും അതിനെ സ്വരുക്കൂട്ടി ഒന്നിച്ച് നിർത്താൻ കഴിയില്ല. അതുകൊണ്ട് അവരുടെ നട്ടല്ലായ സമ്പദ് വ്യവസ്ഥയുടെ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ടെക്സ്റ്റൈൽ മേഖലയെ സഹായിക്കണമെന്ന് വ്യവസായികൾ പരസ്യമായി വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞിരിക്കുകയാണ്. മുഹമ്മദ് യൂനിസ് സർക്കാരിൻ്റെ പിടിപ്പുകേട് കൊണ്ടാണ് ഈ വ്യാവസായിക മേഖല ഉൾപ്പെടെ ബംഗ്ലാദേശിൻ്റെ ഭരണം മൊത്തം ആടി ഉലഞ്ഞു പോയത്. അതുകൊണ്ട് ഇനിയെങ്കിലും ഇത് പരിഹരിക്കാനുള്ള നീക്കങ്ങൾ നടത്തണം. അല്ലെങ്കിൽ വ്യവസായം എന്ന് പറയുന്നത് ബംഗ്ലാദേശിൽ നിന്ന് എന്നേക്കുമായി അപ്രത്യക്ഷമാകുമെന്ന മുന്നറിയിപ്പും ഇപ്പോൾ നൽകി കഴിഞ്ഞു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.